ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ കല്യാണത്തിൻ്റെ ഓരോരോ പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റ് പരിപാടിയായ രംഗോലി ആട്ടെന്ന്. അപ്പോൾ എല്ലാവർക്കും ഒരു കളർ കോഡ് വെച്ചിട്ടുണ്ടായിരുന്നു. വൈറ്റ് ടോപ്പും പാൻറ്റും പിന്നെ ഒരു കളർഫുൾ ആയ ഷാളും. ഒന്നാമത് ഓഗസ്റ്റ് 15 ആയതുകൊണ്ട് തന്നെ കസിൻസൊക്കെ സ്കൂളിൽ നേരെ ഇങ്ങോട്ടാണ് വന്നത്. അപ്പോൾ ഇട്ട വൈറ്റ് ഡ്രസ്സിൽ ഓലും കൂടി സെറ്റാക്കി വന്ന് പിന്നെ ഷാൾ ഇവിടുന്ന് സെറ്റാക്കിയപ്പോൾ തന്നെ ഓലെ ഔട്ട്ഫിറ്റ് ക്ലിയർ ആയി. 4 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണം നമ്മൾ വിചാരിച്ചു. പക്ഷെ നമുക്ക് അത് പറ്റിയില്ല, കുറച്ച് ലേറ്റായി. ഒരു 6:30-7 മണിയാകുമ്പോഴേക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ബ്രൈഡിനെ നമ്മളാണ് ഒരുക്കിയത്. ആൾ ഓൾറെഡി സുന്ദരി ആയതുകൊണ്ട് നമുക്ക് അധികം പണീൻ്റെ പ്രശ്നമൊന്നും ഇല്ലെന്ന് കേട്ടോ. വേഗം പരിപാടിയൊക്കെ വേഗം സെറ്റായി. അതിൻ്റെ കൂടെ ഞങ്ങൾ കസിൻസും ഒക്കെ റെഡിയായി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഫുൾ വെള്ളം, തലങ്ങും വിളങ്ങും വെള്ളം, ഫുൾ വൈറ്റ് എന്നുള്ള അവസ്ഥയായിരുന്നു. അപ്പോഴേ നമ്മളെ ഏട്ടനൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു, നമ്മളെ ഗ്രൂം. അതുപോലെ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് കസിൻസും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മു അവരെ സൽക്കരിക്കുന്ന തിരക്കിലായിരുന്നു. പിന്നെ നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ ഏകദേശമായി. കേക്കൊക്കെ സെറ്റാക്കി വെച്ചു. അപ്പോൾ നമ്മൾ കസിൻസ് എല്ലാവരും വന്നു, ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു. എല്ലാവരും ഹൽദിയൊക്കെ ആണല്ലോ പരിപാടിക്ക് വെക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വെറൈറ്റിക്കാണ് രംഗോലി പിടിച്ചത്. പക്ഷേ അതിൻ്റെ വെറൈറ്റി മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കുറച്ച് സമയം എടുത്തുന്നുള്ളൂ. ആദ്യം ഒരു കുഴപ്പമില്ല കേട്ടോ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഞങ്ങൾ അടിമുടി കോലടക്കം മാറിയൊരവസ്ഥയായിരുന്നു. ഫസ്റ്റ് തന്നെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ കളർപ്പൊടിൻ്റെ പരിപാടി ആയിരുന്നു കേട്ടോ. അപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തേച്ച് കൊടുത്ത് ഏട്ടനൊരു ഗോപിക്കുരിയൊക്കെ തൊട്ടുകൊടുത്ത് അവരുടേതായ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ കളറിൽ കൈ മുക്കിയിട്ട് പ്രിൻ്റ് ചെയ്തെടുക്കുന്ന പരിപാടിയായിരുന്നു. അത് കസിൻസ് എല്ലാവരും ചെയ്ത് അങ്ങനെ പിന്നെ നമ്മൾ മെയിൻ പരിപാടിക്ക് തുടങ്ങി. സംഭവം സിമ്പിളായിട്ട് പറഞ്ഞാൽ അടിപൊളിയാണ്, കളർഫുള്ളാണ്. ഞങ്ങൾ നല്ല കളർഫുള്ളായിട്ടുണ്ടായിരുന്നു. അഞ്ജുവിൻ്റെ ആ ഡ്രസ്സ് അഞ്ജു കസ്റ്റമൈസ് ചെയ്തെടുത്ത കേട്ടോ. ഡിസൈനും കളർ സെലക്ഷനും ഒക്കെ അഞ്ജുവിൻ്റെ. പക്ഷേ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം നല്ലൊരു കോംബോ, മൾട്ടി കളറായിട്ടുള്ള രംഗോലിക്ക് പറ്റിയ കോംബോ എന്നൊക്കെ പറഞ്ഞ് ഒരു പരിപാടിക്ക് ശേഷം ഞങ്ങൾ സ്പെഷ്യൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേര് ഡാൻസ്. ഈ ഡാൻസ് കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ധാരണ ഇല്ല, എന്താ സ്റ്റെപ്പ് ചെയ്താൽ സ്റ്റെപ്പ് എന്നൊക്കെ. ഒക്കെ ഒരു തട്ടിക്കൂട്ടായിട്ട് പെട്ടെന്നുണ്ടായ പരിപാടിയായിരുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ ശ്രദ്ധിച്ചാൽ ഞങ്ങൾക്ക് മനസ്സിലാവും, ഞങ്ങളെ കോലം കണ്ടാൽ അറിയാം കുറച്ച് നേരം കൊണ്ടാൾ എന്താ സംഭവിച്ചതെന്ന്. ഈ ഡ്രസ്സ് എവിടെയും പരിപാടിക്ക് പോയിട്ട് ഇനിയിപ്പോൾ വീട്ടിൽ നിന്ന് പോലും ഇടാൻ പറ്റുമെന്ന് പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ സംഭവം നല്ല കളറായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കലാശക്കൊട്ടിൻ്റെ രീതിക്ക് ഞങ്ങൾ കസിൻസിൻ്റെ ഒക്കെ എന്തൊക്കെയോ കാട്ടിക്കൊടുക്കുന്നൊരു അടിപൊളി ഡാൻസ് ആയിരുന്നു. അതോടെ പരിപാടി കഴിഞ്ഞു.